ഓൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോണ സാധനത്തെ പറ്റി എനിക്ക് ഡീറ്റെയിലായിട്ട് പറയാനും കാര്യങ്ങളൊന്നും അറിയില്ല. ബിക്കോസ് അതിനോട്ട് ടെക് വ്ലോഗ് ചിരിപ്പിക്കല്ലേ. ആൻഡ് എന്താ സോ ഞാൻ കൂടുതൽ ഇൻട്രോ ഒക്കെ പറഞ്ഞ് ചുമ്മാ നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. സോ അൺബോക്സ് ചെയ്ത സാധനം വലിയ അപാര സംഭവങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സാധനമാണ്. അപ്പം ഞാനത് നിങ്ങളത് കാണിച്ചു തരാം. നമുക്കൊന്ന് പോയി കണ്ടാലോ? ബാ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. എന്താണ് ഇതിനുള്ളിലെന്നോ എനിക്കൊന്നും അറിയില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ സാധനവും അല്ല, എൻ്റെ അനിയത്തിക്കായിട്ടുള്ളതാണ്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ട് കുറേ നേരമായിട്ടിരിക്കുകയാണ്. സോ ഇത് കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഒരു കണക്കിനാണ് ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാൻ ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ തുറക്കാൻ നോക്കുന്നത്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഷോക്കായി പോയി, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്നത് കണ്ടോളൂ കേട്ടോ, മാക്ബുക്ക് ആയിരുന്നു, ആപ്പിളിൻ്റെ. സോ മാക്ബുക്ക് എയർ ആയിരുന്നു. എനിക്കിതൊന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. സോ എനിക്കിത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഭയങ്കര എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിതൊക്കെ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. സോ ഞാനത് കവറിൽ നിന്നൊക്കെ പുറത്തെടുത്തു. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇനി നോക്കണമല്ലോ. സോ ഇത് നമുക്കിനി ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളത് 8GB ആണ് ആൻഡ് 265 SSD എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്. അതൊക്കെ എന്ത് സംഭവമെന്ന് പോലും ആക്ച്വലി എനിക്കറിയില്ല. സോ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വേറെ എക്സ്ട്രാ ആയിട്ട് അവർ വെച്ചേക്കുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ, അറിയണമല്ലോ. സോ നമുക്ക് ഈ ബോക്സ് ഒന്ന് സീല് പൊട്ടിച്ച് നോക്കാം കേട്ടോ. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ എടുത്ത് സീലൊക്കെ പൊട്ടിച്ച് നോക്കുന്നത്. നമുക്കിത് ഞാൻ അങ്ങനെ എന്താ പറയുക യൂസ്ഡ് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ലാപ്പേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഐറ്റംസാണ്. സോ ഇത് കൊടുത്തു വിടാനുള്ളതാണ് കേട്ടോ. അനിയത്തിക്ക് ആൾ യൂറോപ്പിൽ പഠിക്കുകയാണ്. സോ അങ്ങോട്ടേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ വാങ്ങിയതാണ്, ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് വന്നത്. ഞാനത് കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്ന് ബോക്സ് എന്തായാലും പൊടിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കിയിട്ട് അതങ്ങ് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ മാക്ബുക്ക് ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്, വേറൊന്നും ഇതിനകത്ത് വരാൻ ചാൻസ് ഇല്ലല്ലോ. സോ ഞാനതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ നമുക്കിതൊന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം.
സോ ഞാൻ ഭയങ്കര സ്ലോയിലൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടോ. വീഡിയോ ഒക്കെ നല്ല സ്ലോ മോഷനിലാണ് ഷൂട്ട് ചെയ്തത്, പക്ഷേ എല്ലാം കുളമായി. നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെയുള്ള ഈ അൺബോക്സിങ് വീഡിയോ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കാനൊന്നും നമുക്കറിയില്ല. സോ ഞാൻ നോർമലി എടുത്തതാണ്. സോ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് ഇനി ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. സോ അപ്പം നമുക്ക് നമ്മുടെ മാക്ബുക്ക് ഇതാണ് കേട്ടോ. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്താ പറയുക, സ്ലോ മോഷൻ ട്രൈ ചെയ്തതാണ്, പക്ഷേ അത് നൈസായിട്ട് ചീറ്റി പോയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സോ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യൽ എഡിറ്റ് ചെയ്യൽ. നമ്മൾ സെൽഫായിട്ട് ഷൂട്ട് ചെയ്ത് സെൽഫായിട്ട് അതിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുവാണ്. നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. സോ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഒരുപാട് സമയമായിട്ട് ഈ സോ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്നെ സോ പറഞ്ഞ് ബോറടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാക്ബുക്ക് ഇതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ സോ പറയുന്നില്ല. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നോക്കാം. നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു കേബിൾ ഇതിലുണ്ട്, ആൻഡ് അതിൻ്റെ ഹോൾഡർ ഉണ്ട്, ആൻഡ് കുറച്ച് എന്തൊക്കെയോ എഴുതിയേക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. സോ ഇത്രയും സാധനങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മാക്ബുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നത്. ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. സോ അത് തന്നെ എന്താ പറയുക, ഹാപ്പിയാണ്, എടുക്കാനെങ്കിലും പറ്റിയല്ലോ. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ആൻഡ് ലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കി അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇത് അവൾക്ക് അയച്ചു കൊടുക്കണം. സോ നമുക്ക് അഗെയിൻ ആൻഡ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഇതാണ്. നല്ല സ്മൂത്താണ് സംഭവം. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നോർമൽ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഉള്ള ഐറ്റംസ്. എന്താ പറയുക, ടെക് വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് തന്നാണ്. പക്ഷേ ഞാൻ ടെക് വ്ളോഗർ അല്ലാത്ത കൊണ്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് അത് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ ഹായ് ഹലോ ഇതൊക്കെയാണ് വന്നത്. നോർമലി ആപ്പിളിൻ്റെ ഫോണിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വന്നത് കേട്ടോ. സോ നല്ല സ്മൂത്താണ് കേട്ടോ, കീബോർഡ്സും കാര്യങ്ങളൊക്കെ നല്ല ലുക്കും ഉണ്ട്. അധികം വെയിറ്റും ഓവർ വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നുവെച്ചാൽ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. സോ സംഭവം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ലല്ലോ. സോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. സോ ഇനി ഞാൻ പറയത്തില്ല. എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ മസ്റ്റാർഡും ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ലൈക്ക് സബ് ചെയ്താലല്ലേ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് വീഡിയോ. ഞാൻ കൂടുതലായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും പറഞ്ഞു തരുന്നില്ല, കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും അറിയില്ല. ചുമ്മാ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം, നിങ്ങളെയും കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.